ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർക്കുള്ള പേടി എന്താണ് എന്നുള്ളതിൽ ഒരു പഠനം നടത്തുന്നുണ്ട്. അപ്പോൾ പഠനത്തിൽ ഏറ്റവും കൂടുതൽ റിസൾട്ട് വന്നത് ആളുകൾ പേടിക്കുന്നത് സ്റ്റേജ് ഫിയറാണ് മെയിനായിട്ട്. സ്റ്റേജ് ഫിയർ കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് ക്യാമറ ഫിയർ. അപ്പോൾ ഈ രണ്ട് ഏകദേശം ഒരുപോലെ തന്നെയാണ്. അപ്പോൾ ഇതുപോലെ നമ്മളിപ്പോൾ ഇന്ന് വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാർ ക്യാമറേൻ്റെ മുന്നിൽ നിൽക്കാൻ പേടിക്കുന്നവരുണ്ട്. അപ്പോൾ ഞാനും ക്യാമറേൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഭയങ്കര പേടിയുള്ള ആളായിരുന്നു. ഇപ്പോൾ കുറച്ചായിട്ടാണ് ഒന്ന് ശരിയായി വന്നുകൊണ്ടിരിക്കുന്നത്. ശരിയായി എന്നൊന്നും ഞാൻ പറയില്ല, കാരണം എല്ലാവർക്കും ആ ഒരു ഫിയർ ഉണ്ടാവും. ഇപ്പോൾ ഈ ഇടയ്ക്ക് മമ്മൂട്ടിയുടെ ഇൻ്റർവ്യൂവിൽ പോലും പറയുന്നുണ്ടായിരുന്നു, മൂപ്പര് ഓരോ പ്രാവശ്യം ഷൂട്ട് ചെയ്യുമ്പോൾ ചെറിയൊരു നെർവസ് ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ അത് സ്വാഭാവികമാണ്. ഇനി എന്താണ് ഈ പേടിയുടെ കാരണം? അതാണല്ലോ നമുക്കറിയേണ്ടത്. അപ്പോൾ പേടിയുടെ കാരണത്തിന് പ്രധാനമായിട്ട് വരുന്നത്, ഒന്ന്, നമ്മളോട് സ്ഥിരമായിട്ട് പറയുന്നത് നിങ്ങളെ കാണാൻ തീരെ ലുക്കില്ല, അതുപോലെ നിൻ്റെ മൂക്ക് ശ്രദ്ധിച്ചാൽ മതിയല്ലോ, അല്ലെങ്കിൽ നിൻ്റെ പല്ല് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ നീ മൊത്തത്തിൽ നിന്നെ കാണുമ്പോൾ ഒരു തീരെ വൃത്തിയില്ല, അതുപോലെ നീയൊന്നും ക്യാമറേൻ്റെ മുന്നിൽ നിൽക്കാനുള്ള ഒരു പറയാനുള്ള ഒരു കോൺഫിഡൻസ് ഒന്നും എനിക്കില്ല. ഇങ്ങനെയുള്ള വാക്കുകളാണ് മെയിനായിട്ട് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ ഇത് ആരാണ് ഈ വാക്കുകൾ പറയുന്നതെന്നറിയും? ഈ വാക്കുകൾ പറയുന്ന മറ്റാരുമല്ല, നമ്മൾ തന്നെയാണ് ഈ വാക്കുകൾ സ്ഥിരമായിട്ട് നമ്മുടെ മുകളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എപ്പോഴാണോ ഈ പറയുന്ന വാക്കുകളിൽ നിന്ന് നിങ്ങൾ ഒഴിവാകുന്നത്, അതായത് നിങ്ങൾ പറയേണ്ടത് എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ക്യാമറ മുമ്പിൽ നിൽക്കും, നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യും എന്നുള്ള രീതിയിൽ നിങ്ങൾ എപ്പോഴാണോ വരുന്നത്, അപ്പം മുതൽ നിങ്ങൾക്ക് ഈ ക്യാമറയോടുള്ള പേടി അങ്ങ് മാറിക്കിട്ടും. ഓക്കെ, ഇതൊക്കെ നമ്മളൊരു തിയറി പറയുന്ന പോലെ പറയാം, പക്ഷേ പ്രാക്ടിക്കലായിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാം? പ്രാക്ടിക്കലായിട്ട് ചെയ്യുന്നത്, ഞാൻ പറയുന്നത് ഞാൻ ചെയ്ത് വന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നിങ്ങൾ ക്യാമറ പേടിയുള്ള ആളാണെങ്കിൽ, നിങ്ങൾ വ്ളോഗ് ചെയ്യുന്നതാണ് വിചാരിക്കുക, അതായത് നമ്മൾ പുറത്തുള്ള സ്ഥലങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുന്ന ആളാണെങ്കിൽ, നിങ്ങൾ ചെയ്യേണ്ട ഒരു ടിപ്പ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഒരുപാട് സമയമൊന്നും ക്യാമറേൻ്റെ മുന്നിൽ വരണ്ട. നിങ്ങൾ ചെയ്യേണ്ടത്, ആ ഒരു സീൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് വരാം, അതും 1-2 മിനിറ്റ് വന്നിട്ട്, പിന്നെ ഞാൻ ഇന്ന സ്ഥലത്താണുള്ളത്, നമ്മൾ ഇന്ന സംഭവം കാണിക്കുകയാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. വളരെ ചുരുക്ക സമയത്ത് ഒരു 1-2 മിനിറ്റ് പറഞ്ഞാൽ മതി. പിന്നെ വീഡിയോ അവസാനിക്കുന്ന സമയത്തും 1-2 മിനിറ്റ് നിങ്ങൾ നമ്മൾ വീഡിയോ ഒന്ന് കഴിഞ്ഞു, നമ്മൾ പോവുകയാണ് എന്ന രീതിയിൽ പറയാം. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു വരുമ്പം നിങ്ങൾ 5-6 വീഡിയോസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി പറയാൻ സമയം വേണമെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നും. ഇപ്പോൾ ഞാനിപ്പോൾ 1 മിനിറ്റ് പറയുന്നത് ചില സമയത്ത് തോന്നി എനിക്ക് ഒരു 2-3 മിനിറ്റും കൂടി പറയേണ്ട കാര്യമുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, അത് പറഞ്ഞു തുടങ്ങിക്കോളും. അങ്ങനെ നിങ്ങൾ 5-10 വീഡിയോസ് കഴിയുമ്പോഴേക്കും നിങ്ങൾ ഉറപ്പായിട്ടും ഈ ക്യാമറ ഫിയർ കുറച്ചങ്ങ് പോകും. പിന്നെ ഈ സംസാരിക്കുന്ന സമയത്ത് മുന്നിൽ ക്യാമറ ഉണ്ട് എന്ന് വിചാരിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടി കോൺഷ്യസ് ആവും. അതായത് നമ്മളെ ഇപ്പം ഡ്രസ്സ് ശരിയില്ലേ, നമ്മളെ മുഖം എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇങ്ങനെ ഭയങ്കരമായിട്ട് നെർവസ് ആവും. അപ്പോൾ നമ്മുടെ വാക്കുകൾ പുറത്തേക്ക് വരില്ല. ഇപ്പോൾ എനിക്കും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ നമ്മളെ വാക്കുകൾ പെട്ടെന്ന് പുറത്തേക്ക് വരില്ല. അപ്പോൾ ആ ഒരു ഇതും നിങ്ങൾ ഒഴിവാക്കി, എന്നിട്ട് വളരെ കൂളായിട്ട്, നമ്മൾ ആദ്യം തന്നെ നമുക്ക് പ്രശ്നം ഉണ്ടാവുമെന്ന് തോന്നുന്നത്, ഇപ്പം മുടി വാരിയില്ലെങ്കിൽ മുടി വാരുക, അതുപോലെ നല്ല ഡ്രസ്സ് ഇടുക, ഇതൊക്കെ ചെയ്തിട്ട് കറക്റ്റായിട്ട് നിന്നിട്ട് സംസാരിക്കുക. അതുപോലെ ത്രൂ ഔട്ട് വീഡിയോയിൽ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, വ്ളോഗല്ല, നോർമലി ഉള്ള ഇപ്പോൾ നമ്മൾ ഇതുപോലെ ഞാൻ നിന്നിട്ട് സംസാരിക്കുന്നത് പോലെ പറയുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് ഡയലോഗ്സ് പറയുക, പോസ് ചെയ്യുക, എന്നിട്ട് റിലാക്സ് ആവുക, കുറച്ച് ഡയലോഗ് പറയുക, പോസ് ചെയ്യുക. വേണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം എടുത്ത വീഡിയോസ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കുക, ഓക്കെ ആണോ, എന്നിട്ട് ഓക്കെ ആണെങ്കിൽ അടുത്തത് പറയാം. അപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ഫിയറിനെ ഒഴിവാക്കാനുള്ളത്. അപ്പോൾ നോർമലി നിങ്ങൾ ചെയ്യുമ്പോൾ, പിന്നെ സാധാരണ യൂട്യൂബേഴ്സ് ചെയ്യുന്ന സമയത്ത് ഞാൻ കണ്ടത് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ, ക്യാമറ ആംഗിൾ നിങ്ങൾ വെക്കുമ്പോൾ താഴെ നിന്ന് മുകളിലോട്ടേക്ക് വരും, അല്ലെങ്കിൽ മുകളിൽ നിന്ന് താഴോട്ടേക്ക് വരും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു കറക്റ്റ് ലുക്ക് കിട്ടില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഐ കോണ്ടാക്റ്റ്, ഇപ്പോൾ കറക്റ്റ്, ഇപ്പോൾ എൻ്റെ ക്യാമറയുടെ നേരെയാണ് എൻ്റെ ഐ കോണ്ടാക്റ്റിൽ, അപ്പോൾ കറക്റ്റ് ഐ കോണ്ടാക്റ്റിൽ വെച്ചിട്ട് നിങ്ങൾ നേരെ നിന്ന് സംസാരിക്കുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മളൊരു വീഡിയോ ഇതുപോലെയുള്ള നിന്ന് സംസാരിക്കുന്ന വീഡിയോ ചെയ്യുന്നവരാണെങ്കിൽ ത്രൂ ഔട്ട് വീഡിയോയിൽ നിങ്ങളെ കാണിക്കണമെന്നില്ല. അപ്പോൾ നിങ്ങൾ ആ ഒരു ടെൻഷൻ വേണ്ട. ഇപ്പോൾ ഇൻ കേസ് നമ്മൾ എന്തെങ്കിലും ഒരു ആക്ഷൻസ് നമുക്ക് മിസ്റ്റേക്കിൽ വന്നു വിചാരിക്കുക, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, അവിടെ നമുക്ക് വിഷ്വൽസ് വേറെ ഇട്ട് കൊടുക്കാം. എഡിറ്റ് ചെയ്യുന്ന സമയത്ത് മറ്റ് വിഷ്വൽസ് കയറ്റിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുക. അപ്പോൾ അത് ത്രൂ ഔട്ട് നമ്മുടെ വോയിസ് കിട്ടിയാൽ മതി, ഇനി ഫേസ് മുഴുവനായിട്ട് കിട്ടണമെന്നൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ക്യാമറ ഫെയർ ഒഴിവാക്കും. ചെറിയ ടിപ്സാണ്. ഈ ടിപ്സ് കൊണ്ട് തന്നെ നിങ്ങൾ ഓൾമോസ്റ്റ് ക്യാമറേൻ്റെ മുന്നിൽ റെഡിയായി നിൽക്കും. പിന്നെ നിങ്ങൾ ഈ സ്വയം നിങ്ങളെ ഇടിച്ച് താഴ്ത്തുന്ന രീതിയിലുള്ള ലുക്കില്ലാന്നും, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ചിരി ശരിയില്ലാന്നും, അല്ലെങ്കിൽ നിങ്ങൾ നിൽക്കുന്ന ആംഗിൾ ശരിയില്ല, അങ്ങനെ പല 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 റീസൺസ് നമ്മളായിട്ട് കണ്ടുപിടിക്കാം. ആ റീസൺസൊക്കെ നിങ്ങൾ ഒഴിവാക്കിയിട്ട്
നിങ്ങൾ തന്നെ സ്വയം ഓക്കെ ആണ് ഞാൻ ക്യാമറയുടെ മുന്നിൽ നിൽക്കുമെന്ന് നിങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്യുക. കുറച്ച് ദിവസം മുന്നേ തന്നെ ഒരു 2-3 ദിവസം മുന്നേ വിഷ്വലൈസ് ചെയ്യുക. ഞാൻ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യും, എന്നെ പ്രസൻറ്റേഷൻ കണ്ടിട്ട് ആൾക്കാർ അടിപൊളിയായിട്ട് പറയുന്നു എന്ന് വിഷ്വലൈസ് ചെയ്താൽ മതി. അപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ആയിക്കോളും. അപ്പോൾ എന്തായാലും ഈ ടിപ്സ് ചെറിയ ടിപ്സാണ്, ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.